സാർ, ഇതിൽ സാർ ഉന്നയിച്ചത് വളരെ പ്രധാനപ്പെട്ട ജനങ്ങളുടെ ഒരു പ്രശ്നമാണ്. പക്ഷെ അത് പിന്നീട് സാറിൻ്റെ ഒരു ക്രെഡിബിലിറ്റി തകർക്കുന്ന രീതിയിലേക്ക് ഉപകരണം കാണാനില്ല എന്ന വിഷയത്തിലേക്ക് ചുരുക്കിക്കൊണ്ടുവന്നത് ആരാണ്? ഇല്ല, അങ്ങനെ ക്രെഡിബിലിറ്റി ഒന്നും പോയിട്ടൊന്നുമില്ല. അതിനകത്ത് പിന്നെ ചില തെറ്റിദ്ധാരണ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണകൾ വരാമല്ലോ. നമ്മളിപ്പോൾ ആർഗ്യുമെൻ്റ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെൻ്റ് വരും. പക്ഷേ അവസാനം കാര്യങ്ങളെല്ലാം പരിഹരിച്ച് തന്നു. പരിഹരിച്ചാൽ മതി. എനിക്ക് എൻ്റെ ക്രെഡിബിലിറ്റി പോയാലും ഞാനിപ്പം ഇല്ലാതായപ്പോലും എനിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല. കാരണം നമ്മൾ അങ്ങനല്ല. നമുക്കിപ്പം ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചിരുന്നു, അത് നമ്മൾ പറഞ്ഞു, അതെല്ലാം ചെയ്തിട്ടുണ്ട്. അത് അതോടുകൂടി പരിഹരിച്ചു. ആ പ്രശ്നങ്ങളൊക്കെ ഭൂരിപക്ഷവും പരിഹരിച്ചു. ഇനി അത് ഉടനെ തന്നെ ബാക്കി പരിഹരിക്കാമെന്ന് പ്രിൻസിപ്പലും സൂപ്രണ്ടും പിന്നെ അവരെല്ലാം അവരെക്കാൾ ഉയർന്ന ഭരണതലത്തിലുള്ളവർ തന്നെ മിനിസ്റ്റർ ഓഫീസിൽ നിന്നും CMൻ്റെ ഓഫീസിൽ നിന്നും ഒക്കെ നമുക്ക് അറിയിപ്പ് കിട്ടിയതാണ്. അവർ വളരെ കാര്യമായിട്ട് പറഞ്ഞതാണ്, ഡോക്ടറൊന്നും വിഷമിക്കേണ്ട, ഡോക്ടർ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ സീരിയസ് ആണ്, ഞങ്ങൾക്ക് മനസ്സിലായി. അത് പിന്നെ എവിടെയാണ് അതിൻ്റെ അനാസ്ഥ വന്നതെന്ന് ഞങ്ങൾ പരിശോധിക്കും. നമ്മളത് കാര്യമായിട്ട് പരിശോധിച്ചത് പൂർണ്ണമായിട്ടും നന്നാക്കിയെടുക്കാം എന്നുള്ളത്. സാർ ഇത് കൃത്യമായി പറഞ്ഞു, അങ്ങനെ സഹകരിച്ചു പോകുന്ന ഒരാൾ. പക്ഷേ ഈ മുറി പരിശോധിക്കുമ്പോൾ ഇപ്പോൾ KGM-CT ഒക്കെ പറഞ്ഞത് അത് മര്യാദകേടായി പോയതാണ്. അങ്ങനെ സാന്നിധ്യം ആവശ്യമുണ്ടായിരുന്നു. ഈ സാറിൻ്റെ സാന്നിധ്യം ഇല്ലാതെ പിന്നീട് ഒരു താക്കോലിട്ട് പൂട്ടിയ ഒരു പരിശോധനയൊക്കെ എന്തിനായിരുന്നു? അത് എന്താണ് സാറിന് തോന്നുന്നത്? ഡോക്ടറിനെ അറിയിച്ചിരുന്നു? അതറിയിച്ചിരുന്നില്ല. അത് ഞാൻ സുഖമില്ലാതെ കിടക്കുകയാണെന്നുള്ളത് ഞാൻ പ്രിൻസിപ്പലിനെ അറിയിച്ചിട്ടും പ്രിൻസിപ്പൽ അങ്ങനെ എന്നെ അറിയിച്ചില്ല എന്ന് വെച്ചാൽ ഞാനന്ന് ഫോൺ എടുത്തിരുന്നില്ല. അതാണ്, ഫോൺ ഓഫ് ചെയ്ത് വയ്ക്കാൻ അവിടുത്തെ ഞാൻ സൈക്യാട്രിയിലാണ് അഡ്മിറ്റായത്. അപ്പോൾ സൈക്യാട്രി ഡോക്ടർ തന്നെ പറഞ്ഞു, ഇതൊന്നുമായിട്ടും ഒന്നും ആലോചിക്കേണ്ട, നമ്മൾ സമാധാനമായിട്ട് കിടക്കുക, ഫോണ് അത് ഇതെല്ലാം ഓഫ് ചെയ്യും, വിസിറ്റേഴ്സ് വേണ്ട. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം ഞാനും വൈഫ് മാത്രമേ ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു. വേറെ ഒരാളിനെയും അവരകത്തൊക്കെ പെർമിറ്റ് ചെയ്യുകയൊന്നും ചെയ്യില്ല. ആ മിനിസ്റ്റർ വന്നപ്പോൾ തന്നെ എന്നോട് നേരത്തെ പെർമിഷൻ ചോദിച്ച് സൈക്യാട്രി ഡോക്ടറോടും പെർമിഷൻ ചോദിച്ചിട്ടാണ് മാഡം ഡോക്ടർ എന്നെ പറയുന്നത് ചട്ടലംഘനം നടത്തിയിട്ടൊന്ന് ഡോക്ടറെ സമ്മതിക്കുകയാണ്. അപ്പോളജി പറഞ്ഞിട്ടുണ്ട്, അത് രേഖാമൂലം നൽകുകയാണ് ചെയ്തത്. അപ്പോൾ ഡോക്ടർ ഒരു സിസ്റ്റത്തെ പറ്റി പറഞ്ഞതിന് ശേഷം തൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ചട്ടലംഘനം നടത്തിയിട്ടുണ്ടോ എന്ന് സമ്മതിക്കുകയാണ്. തെറ്റ് ചെയ്തത് എനിക്ക് തെറ്റ് ചെയ്തെന്ന് സമ്മതിക്കാൻ ഒരു മടിയില്ല. തെറ്റ് ചെയ്തെങ്കിൽ തെറ്റെന്നും ശരി ചെയ്തെങ്കിൽ ശരിയെന്നും തന്നെ പറയും. ചട്ടലംഘനമുണ്ട്. കാര്യം പറയുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ഡോക്ടർ തന്നെ അത് ചട്ടലംഘനമാണെന്ന് ഈ ഘട്ടത്തിൽ പറയുകയാണോ, അല്ലെങ്കിൽ ഡോക്ടർ ഭാഗത്ത് തെറ്റ് പറ്റിയ സമ്മതിക്കുകയാണോ? ചട്ടലംഘനമാണ്. നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥരെ ഇങ്ങനെ മീഡിയയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ചട്ടലംഘനമാണ്. സാർ, ഇതിൽ ഇനി തുടർന്ന് അന്വേഷണം ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്, അല്ലെ? ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. എന്താണ് സാറിന് തോന്നുന്നത്? ഇപ്പോൾ ഇത്രയും ദിവസം മാനസിക സമ്മർദ്ദം നേരിടുകയാണ്. അത് മാത്രമല്ല എൻ്റെ അപേക്ഷ. കാരണം ഈ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ഇതുവരെ ഇത്രയും ദിവസം ലീവ് എടുത്തില്ല. എനിക്ക് ഒരു 2 വർഷങ്ങൾ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ മാത്രമാണ് ഞാൻ ഇങ്ങനെ ലീവ് എടുത്തിട്ടുള്ളത്. അല്ലാതെ ഒരു പ്രാവശ്യം പോലും ഞാൻ തുടർച്ചയായിട്ട് ലീവ് എടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. ഇപ്പം ലീവ് എടുത്ത് ഇപ്പം ഇന്നും നാളെയും കൂടെ എനിക്ക് പോകണ്ട, അവധിയാണ്. പക്ഷെ എന്നാലും ഇന്നൊന്ന് പോകുമെന്ന് പറഞ്ഞാൽ ഒന്ന് പോയി ഹോസ്പിറ്റലിൽ പോകണം. അപ്പം അങ്ങനെ പോകുന്നത് കൊണ്ടാണ്. അപ്പം അങ്ങനെ ഇനി നമ്മൾ ഈ വിവാദങ്ങൾ നീട്ടി വലിച്ച് ഇത് കൂടുതൽ എന്നെ സമ്മർദ്ദത്തിലാക്കി. പിന്നെ എന്നെ മാത്രമല്ല, സംവിധാനത്തിനെ മുഴുവൻ സമ്മർദ്ദത്തിലാക്കും. കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് സമ്മർദ്ദം, പിന്നെ സർക്കാരിന് സമ്മർദ്ദം, പിന്നെ എല്ലാവർക്കും അമിതമായ സമ്മർദ്ദമാണ്. അത് പിന്നെ ജനങ്ങൾക്കും ഭയമായിരിക്കും ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരാൻ. അവിടെ എന്താണ് നടക്കുന്നത്, അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അങ്ങോട്ട് പോകണ്ട എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർക്കും തോന്നും. അപ്പോൾ ഇത് കഴിയുന്നതും വേഗത്തിൽ ഈ പ്രശ്നങ്ങൾ നമ്മൾ സെറ്റിൽ ചെയ്ത് ഇത് വലിച്ചു നീട്ടാതെ എങ്ങനെയെങ്കിലും പോകുന്നതാണ് നല്ലത്.